1000 വർഷങ്ങൾ മുമ്പുള്ള ജുറൈജ് എന്നു പേരുള്ള ഒരു ക്രിസ്ത്യൻ സന്യാസിയുടെ ഒരു മനോഹരമായൊരു സംഭവം പറഞ്ഞു തരാം. ജോർജ് എന്ന് നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന ജുറൈജ് മറ്റു സന്യാസിമാരെല്ലാം ചെയ്യുന്നത് പോലെ ഇവരും തൻ്റെ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി കൂടുതൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എല്ലാവിധ സുഖസന്തോഷങ്ങളിൽ നിന്നും മാറി നിന്ന് പരുക്കൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഭൗതികതയെ ഒഴിവാക്കുകയായിരുന്നു അവർ. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം അവരുടെ വയസ്സായ ഉമ്മയ്ക്ക് ഒരു സഹായം ആവശ്യമുണ്ടായത്. അതിനായി അവർ മഠത്തിലേക്ക് പോയി. ഇസ്ലാമിന് മുമ്പ് സ്ത്രീകൾക്ക് ആരാധനാലയങ്ങളിൽ കയറാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മഠത്തിൽ അകത്ത് കയറാൻ സാധിച്ചില്ല. അതുകൊണ്ട് ജുറൈജിൻ്റെ ഉമ്മ പുറത്തുനിന്ന് വിളിച്ചു, "ജുറൈജേ, എനിക്ക് നിന്റെ സഹായം വേണം, ഇങ്ങ് വരൂ." അപ്പോൾ ജുറൈജ് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ജുറൈജ് സ്വയം പറഞ്ഞു, "യാ അല്ലാ, ഞാൻ നമസ്കാരം തുടരണോ അതോ ഉമ്മയ്ക്ക് മറുപടി കൊടുക്കണോ?" ജുറൈജ് നമസ്കാരം തുടർന്നു. ഉമ്മയെ അവഗണിച്ചു. അടുത്ത ദിവസവും ഉമ്മ അവൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വന്നു. അവൻ പറഞ്ഞു, "അല്ലാ, ഞാൻ ഉമ്മയാണോ പ്രാർത്ഥനയാണോ തിരഞ്ഞെടുക്കേണ്ടത്? ഞാൻ പ്രാർത്ഥിച്ചോളാം." അതാണ് ശരിയെന്ന് ജുറൈജ് കരുതി. മൂന്നാമതും ഇങ്ങനെ സംഭവിച്ചു. ജുറൈജ് ഉമ്മയെ അവഗണിച്ചുകൊണ്ട് നമസ്കാരം തുടർന്നു കൊണ്ടുപോയി. ഉമ്മ പ്രകോപിതയായി. 3 ദിവസമായി അവനെക്കൂടെ ഒരു സഹായം വേണം, അവൻ വരുന്നുമില്ല. ആ ദേഷ്യത്തിൽ അവനെതിരെ ഉമ്മ പ്രാർത്ഥിച്ചു. മക്കൾക്ക് വേണ്ടിയും എതിരായിട്ടുമുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണല്ലോ. അങ്ങനെ അവർ പറഞ്ഞു, "യാ അല്ലാ, വേശ്യകളുടെ മുഖം കാണുന്നതുവരെ അവരെ നീ മരിപ്പിക്കരുതേ." അതായത് ജനങ്ങൾക്ക് അവനോടുള്ള മതിപ്പിനെ വേശ്യകളോളം താഴ്ത്തണേ എന്ന്. അവനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഉമ്മ അങ്ങനെ പറഞ്ഞത്. അല്ലാഹ് അസ്സ വജല്ല ആ പ്രാർത്ഥന കേട്ടു. ഇനിയാണ് ഏറ്റവും മനോഹരമായ സംഭവം. അതിനൊപ്പം ജുറൈജിൻ്റെ മാനവും രക്ഷിക്കപ്പെട്ടു. ഒരു വേശ്യ ജുറൈജിന് വാഗ്ദാനം ചെയ്തു, പക്ഷെ ജുറൈജ് അവളെ അവഗണിച്ചു. ആ ദേഷ്യത്തിൽ അവൾ അങ്ങാടിയിൽ പോയി പറഞ്ഞു, "ഞാൻ ജുറൈജിനെ വശീകരിച്ച് പ്രശ്നത്തിൽ ചെന്നെത്തിക്കുന്നത് നിങ്ങൾക്ക് കാണണമോ?" അവർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പലതും പ്രയോഗിച്ചു നോക്കി, പക്ഷേ ജുറൈജ് വീണില്ല. ആ സമയത്ത് ഒരു കർഷകനുമായി ബന്ധപ്പെട്ട് അവൾ ഗർഭിണിയായി. എന്നിട്ട് അവൾ പറഞ്ഞു ഇത് ജുറൈജിൻ്റെ കുട്ടിയാണെന്ന്. അപ്പോൾ നാട്ടുകാർക്ക് ദേഷ്യം വന്നു. ആ വേശ്യയോട് എതിർപ്പുണ്ടായിരുന്നു അവർ. പക്ഷേ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ജുറൈജിനെതിരെ അവർ കൈപൊക്കി. ജനങ്ങൾ അങ്ങനെയാണ്, അഊദു ബില്ലാഹ്. അവർ മഠത്തിലേക്ക് പോയിട്ട് അത് തകർത്തു. എന്നിട്ട് അവനെ ചെരുപ്പ് കൊണ്ടും വടികൊണ്ടും മർദ്ദിച്ചു. "നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ തോന്നിയത് ജുറൈജ്?" "ഞാനെന്ത് ചെയ്തു?" അവർ പറഞ്ഞു, "ഈ വേശ്യ പറയുന്നു ഈ കുട്ടിയുടെ അച്ഛൻ നീയാണെന്ന്." അപ്പോൾ തൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന ജുറൈജിന് ഓർമ്മ വന്നു. എന്നിട്ട് പറഞ്ഞു, "ആ പ്രാർത്ഥനയുടെ ഫലമാണിത്. ഒരു അപരാധത്തിന് ഞാൻ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു." ജുറൈജ് 2 റക്അത്ത് നമസ്കരിക്കാൻ അനുവാദം ചോദിച്ചു. നമസ്കരിച്ചതിന് ശേഷം ആ കുട്ടിയെ പിടിച്ച് ചോദിച്ചു, "പറയൂ, ആരാണ് നിന്റെ പിതാവ്?" മനുഷ്യ ചരിത്രത്തിൽ സംസാരിച്ച ശിശുക്കളിൽ ഒരാളാണ് ഈ കുട്ടി. ആ കുട്ടി പറഞ്ഞു, "ഒരു കർഷകനാണ് എൻ്റെ പിതാവ്." ഇത് കണ്ടപ്പോൾ ജനങ്ങൾ ജുറൈജിനോട് ക്ഷമ ചോദിച്ചു. "ഒരു അത്ഭുതം നടന്നിരിക്കുന്നു. നമ്മൾ ആ മഠം സ്വർണവും വെള്ളിയും കൊണ്ട് പണിയും." "വേണ്ട, മണ്ണ് കൊണ്ട് പണിതാൽ മതി. ഞാൻ എൻ്റെ ആരാധനയിൽ മുഴുകിക്കോളാം." അള്ളാഹു അസ്സ വജല്ല ഉമ്മാൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ജുറൈജിനെ രക്ഷിക്കുകയും ചെയ്തു. അവ രണ്ടും വിജയമായി തീർന്നു. ഞാൻ ഊന്നിപ്പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, "റഹിമല്ലാഹു ജുറൈജൻ ലൗ കാന ഫഖീഹൻ ലഅജാബ ഉമ്മഹു." അള്ളാഹു ജുറൈജിനെ അനുഗ്രഹിക്കട്ടെ. അവൻ തൻ്റെ കാര്യത്തിൽ അറിവുള്ളവനായിരുന്നെങ്കിൽ അവൻ തൻ്റെ ഉമ്മയോട് മറുപടി പറയുമായിരുന്നു, പ്രാർത്ഥന തുടരുകയില്ല. അവന് അതിൽ അറിവുണ്ടായിരുന്നെങ്കിൽ താൻ നേരിട്ട വിപത്തിൽ നിന്നും രക്ഷ നേടാമായിരുന്നു. ഇതുപോലെ വേറെയും പല ഹദീസുകളുണ്ട്. സ്ഥിരം ആരാധിക്കുന്നവനേക്കാൾ വളരെയധികം ഉന്നതനാണ് അറിവുള്ള ഒരു പണ്ഡിതൻ. അറിവ് ആരാധനയേക്കാൾ മേലെയാണ്. ഇവിടെയാണ് ജുറൈജിൻ്റെ കാര്യം എടുക്കേണ്ടത്. നോമ്പെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വായിക്കുന്നു, ദിക്റ്, ഭൗതിക വിരക്തി. പക്ഷേ അവൻ്റെ ആരാധനയിൽ അറിവുണ്ടായിരുന്നില്ല. അതാണ് അവന് അവസാനം ദോഷമായി മാറിയത്.
പക്ഷേ അവൻ്റെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു അസ്സ വജല്ല അവനെ തിന്മയിൽ നിന്നും രക്ഷിച്ചു. അറിവാണ് എല്ലാവിധ ആരാധനയേക്കാൾ ഉന്നതം എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു. ആരാധനാ കർമ്മങ്ങൾ പുണ്യമുള്ളതാണെങ്കിലും ഫർദിന് ശേഷം ഏറ്റവും പുണ്യമുള്ള ആരാധന അറിവാണ്.